വിനീഷ്യസ് ജൂനിയറിന് റെഡ് കാർഡ് ഒരു 3-4 മത്സരങ്ങൾ വരെ പുറത്തിരിക്കേണ്ടി വരും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വരുന്നത്. ഇന്നലെ വലൻസിയയുമായിട്ടുള്ള മത്സരത്തിൽ 2-1 വിജയമാണ് റയൽ മാഡ്രിഡ് സ്വന്തമാക്കിയത്. ഈ ഒരു വിജയത്തോടു കൂടി അവർ ലീഗ് ടേബിളിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെ മറികടന്ന് 1-ാം സ്ഥാനത്ത് എത്തി എന്നുള്ളതൊക്കെ ശരിയാണ്. എങ്കിലും ഈ ഒരു മത്സരത്തിൽ വലൻസിയയുമായിട്ടുള്ള മത്സരത്തിൽ സൂപ്പർ താരത്തിന് റെഡ് കാർഡ് കിട്ടിയത് റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടിയാണ്. വിനീഷ്യസ് ഇല്ലാതെയും അവർ 10 പേരായിട്ട് ചുരുങ്ങിയിട്ടും അവർ മത്സരം വിജയിച്ചു എന്നുള്ളത് ശരിയാണ്. എങ്കിലും റയൽ മാഡ്രിഡിൻ്റെ ഒരു മുൻനിര താരം, സൂപ്പർ താരം എംബാപ്പയ്ക്കും മുകളിൽ ഇപ്പോൾ റയലിൽ മിന്നിത്തിളങ്ങുന്ന താരം കളത്തിലില്ലാതെ 3-4 ഗെയിമുകൾ ഇനി അവർക്ക് വിനീഷ്യസ് ഇല്ലാതെ കളിക്കേണ്ടി വരും. ഇന്നലെ വലൻസിയയുടെ ഗോൾ കീപ്പറെ ഒന്ന് പുഷ് ചെയ്തു. അതാണിപ്പോൾ പ്രശ്നമായത്. വലൻസിയൻ്റെ ഗോൾ കീപ്പർ അദ്ദേഹത്തെ വന്നൊന്ന് ചൊറിഞ്ഞതാണ് വെല്ലം തൊട്ടിട്ട്. പക്ഷേ വിനീഷ്യസ് അദ്ദേഹത്തെ കഴുത്തിന് പിടിച്ചിങ്ങോട്ട് തള്ളി. അതാണ് ഉണ്ടായത്. അത് റഫറി കുറച്ച് പരിശോധിച്ചതിനൊക്കെ ശേഷമാണ് അദ്ദേഹത്തിന് റെഡ് കാർഡ് വിളിച്ചതും കൊടുത്തതും പിന്നീട് അദ്ദേഹം രോഷാകുലനായിട്ട് കളമിട്ടതൊക്കെ ഉണ്ടായത്. ഏതായാലും അതിനുശേഷം അദ്ദേഹം പുറത്തേക്ക് പോകുന്ന സമയത്ത് വലൻസിയ ഫാൻസുമായിട്ടുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ കളത്തിൽ മൊത്തം ഓരോരോ വ്യത്യസ്തമായ കാര്യങ്ങൾ. ഏതായാലും അദ്ദേഹത്തിന് ഇങ്ങനെ 3-4 ഗെയിമുകൾ പുറത്തിരിക്കേണ്ടി വരും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. മാഡ്രിഡ് അദ്ദേഹം അവരുടേതായിട്ടുള്ള ടോപ്പ് ലെവലിൽ തിരിച്ചെത്തി എന്നുള്ളതാണ്. ലീഗ് ടേബിളിൽ 10 പേരായിട്ട് ചുരുങ്ങിയിട്ട് അവർ 2-1 വിജയം ജയിച്ചു. ലൂക്ക മോഡ്രിച്ചിൻ്റെ വകയാണ്. അദ്ദേഹം പകരക്കാരനായിട്ട് ഇറങ്ങി അദ്ദേഹം ടീമിനെ രക്ഷിച്ചു. അതുപോലെ തന്നെ കിലിയൻ എംബാപ്പ വഴി കിട്ടിയ ഒരു പെനാൽറ്റി ജൂഡ് ബെല്ലിംഗ്ഹാം പാഴാക്കി. എങ്കിലും അദ്ദേഹം അവസാനം വിജയ ഗോള് അദ്ദേഹത്തിൻ്റെ വകയായിരുന്നു റയൽ മാഡ്രിഡിന് വേണ്ടിയിട്ട്. 2-1 വിജയം കുഴപ്പമില്ലാത്ത രീതിയിൽ ആദ്യ ഹാഫിലൊക്കെ അവർ തോറ്റ് കളിക്കുകയായിരുന്നു. 1-0 തോൽവി. ഒന്നാമത്തെ കാര്യം അവരുടെ ഗ്രൗണ്ടിലാണ്, വലൻസിയൻ്റെ ഗ്രൗണ്ടിലായിരുന്നു മത്സരം. അവിടെ പോയിട്ടാണ് ഇങ്ങനെ ഒരു റിസൾട്ട് അവർ ഉണ്ടാക്കിയത്. ഏതായാലും വിനീഷ്യസിന് ഈ ഒരു റെഡ് കാർഡ് കിട്ടിയതിനെതിരെ നമ്മളെ കാർലോസ് എൻചെലോട്ടിയൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. അത് റെഡ് കാർഡ് കിട്ടേണ്ട സാഹചര്യമല്ല, 2 പേർക്കും ഒരു മഞ്ഞ കാർഡ് കൊടുത്തെങ്ങാണ്ട് ഒഴിവാക്കേണ്ട ഒരു കേസായിരുന്നു, ഇതിനെതിരെ അപ്പീൽ ചെയ്യുമെന്നൊക്കെ കാർലോസ് എൻചെലോട്ടി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും മികച്ചൊരു ഗെയിം അവർ 2-1 വിജയം കരസ്ഥമാക്കി. അവർ ലീഗിൽ 1-ാം നമ്പറിലെത്തി. അത്ലറ്റിക്കോ മാഡ്രിഡിനെ ബാക്കിലാക്കി അവർ 1-ാം സ്ഥാനത്ത് തിരിച്ചെത്തി. ഏതായാലും മത്സരത്തിന് ശേഷം വിനീഷ്യസ് ജൂനിയർ താങ്ക്സ് ടീം എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടിയിരുന്നില്ല എന്നൊക്കെ തോന്നുന്നുണ്ട്. ഏതായാലും അദ്ദേഹം കളത്തിലേക്ക് ഇങ്ങനെ തിരിച്ചെത്തും എന്നുള്ളതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. കാർലോസ് എൻചെലോട്ടി പറഞ്ഞതുപോലെ അപ്പീലിന് പോവുകയാണെങ്കിൽ എന്തായിരിക്കും ഇതിൻ്റെ അപ്ഡേഷനുകളൊക്കെ ഏതായാലും നമുക്ക് വരും ദിവസങ്ങളിലൊക്കെ അറിയാം.